എല്ലാവർക്കും നമസ്കാരം. +2 ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ് ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓംസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, റെസിസ്റ്റിവിറ്റി ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റിനുള്ള എയിം എന്ന് പറഞ്ഞിരിക്കുന്നത് ടു ഫൈൻഡ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി ഗിവൺ വയർ ബൈ ഓംസ് ലോ. സ്ക്രൂ ഗേജ് ഈസ് സപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള റെസിസ്റ്റിവിറ്റിയാണ്. ഒരു വയർ തന്നിട്ടുണ്ടായിരിക്കും, ആ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ സ്ക്രൂ ഗേജും കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് സ്ക്രൂ ഗേജും കൂടെ ഉപയോഗിച്ച് റേഡിയസ് കണ്ടുപിടിച്ചാൽ മാത്രമുള്ളൂ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സ്ക്രൂ ഗേജ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അപ്പാരറ്റസ് വേണം? സെല്ല്, അമീറ്റർ, വോൾട്ട്മീറ്റർ, റിയോസ്റ്റാറ്റ്, കീ, സ്ക്രൂ ഗേജ്, മീറ്റർ സ്കെയിൽ, ഇങ്ങനെയുള്ള അപ്പാരറ്റസുകളെല്ലാം വേണം. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തന്നെ തിയറി ആണല്ലേ. തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എഴുതിയിരിക്കണം. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റിനെല്ലാം എന്തുണ്ട്? ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടായിരിക്കും. ആ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിരിക്കണം. സർക്യൂട്ട് ഡയഗ്രാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പം സർക്യൂട്ട് ഡയഗ്രാം ക്ലിയർ ആക്കി വരച്ചിരിക്കണം. സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് നഷ്ടമാവും. ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റിനെല്ലാം അങ്ങനെയാണ് കേട്ടോ. സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടില്ല എങ്കിൽ ആ തിയറിയുടെ മാർക്ക് നിങ്ങൾക്ക് അവിടെ ഫുള്ളായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായിട്ട് വരച്ചിരിക്കണം. അപ്പം ഓംസ് ലോയുടെ സർക്യൂട്ട് ഡയഗ്രാം വളരെ സിമ്പിളാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, വോൾട്ട്മീറ്റർ, അമീറ്റർ, റിയോസ്റ്റാറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മോഡലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ സെല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. സെല്ലിൻ്റെ പോസിറ്റീവ് കേട്ടോ, പോസിറ്റീവിൽ നിന്ന് നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും കണക്ഷൻ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ കീ ഉണ്ട്, ഒരു കീയിലേക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അവിടെ നിന്ന് എങ്ങോട്ട് വരും? ഇവിടെ ഒരു വോൾട്ട്മീറ്റർ ആണ് കേട്ടോ. വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് സെല്ലിൻ്റെ പോസിറ്റീവ് വരുന്നത്. മനസ്സിലായല്ലോ? സെല്ലിൻ്റെ പോസിറ്റീവ് എന്ന് കീയിലേക്ക് വന്നു, കീയുടെ മറ്റേ എൻഡിൽ നിന്ന് വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? ദെൻ വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവ് എന്ന് പിന്നെ എങ്ങോട്ട് വന്നു? അമീറ്റർ ഉണ്ട് ഇല്ലേ, അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും വന്നു. മനസ്സിലായല്ലോ? ദെൻ അമീറ്ററിൻ്റെ നെഗറ്റീവ് നിന്ന് എങ്ങോട്ട് പോയിട്ടുണ്ട്? റിയോസ്റ്റാറ്റ് ഉണ്ട്. റിയോസ്റ്റാറ്റ് നമുക്കറിയാം കണക്ട് ചെയ്യാൻ വേണ്ടി 3 ഭാഗങ്ങളുണ്ട്. റിയോസ്റ്റാറ്റ് ഇവിടെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഹെഡിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ടോപ്പിലുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. പിന്നെ റിയോസ്റ്റാറ്റിൻ്റെ ടെയിൽ എൻഡിൽ നിന്നും ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ഷൻ പോയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ടും പഠിച്ചിരിക്കണം, വരച്ച് തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ഒന്നുകൂടെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ പറഞ്ഞുതരാം. സെല്ലാണ്, സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? കീയിലേക്ക് പോയിട്ടുണ്ട്. കീയിൽ നിന്നും വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ദെൻ വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവ് എന്ന് അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട്. അമീറ്ററിൻ്റെ നെഗറ്റീവ് എന്ന് റിയോസ്റ്റാറ്റിൻ്റെ ഹെഡിലേക്കാണ് പോയിരിക്കുന്നത്. റിയോസ്റ്റാറ്റിൻ്റെ അടിയിലുള്ള ടെയിലിൽ നിന്നും പിന്നെ എങ്ങോട്ട് പോയിട്ടുണ്ട്? സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും പോയിട്ടുണ്ട്. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആ വയർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതാ നോക്കുക, വോൾട്ട്മീറ്ററിൻ്റെ ക്രോസ് ആയിട്ട്. ആ കണ്ടുപിടിക്കേണ്ട വയറുണ്ടല്ലോ, ആ വയർ അവിടെ കണക്ട് ചെയ്യണം. വോൾട്ട്മീറ്ററിൻ്റെ ക്രോസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാവുള്ളൂ കേട്ടോ. വേറെ ഒരു ഭാഗത്തും കണക്ട് ചെയ്യില്ല. വോൾട്ട്മീറ്ററിൻ്റെ ക്രോസ് ആയിട്ട് വേണം നമുക്ക് ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കേണ്ട വയർ അവിടെ കണക്ട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യമേ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ. അപ്പോൾ ഇത് ഏത് ലോ ആണ്? ഓംസ് ലോ ആണല്ലോ അല്ലേ. അപ്പോൾ ഓംസ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് എഴുതണം. ഓംസ് ലോ ഒക്കെ വൈവായിക്ക് ചോദിക്കും കേട്ടോ, അത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തിയറിയിലും നിങ്ങൾ എഴുതിയിരിക്കണം. എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ. മനസ്സിലായല്ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ. അപ്പോൾ എങ്ങനെ എഴുതാം? വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താണ്? വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ. ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി വയർ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഇവിടെ കൊടുത്തിട്ടില്ലേ വയർ? ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ബോക്സിൽ ഇട്ടിരിക്കണം കേട്ടോ. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? എയിം എന്താണ്? റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ എങ്ങനെ എഴുതാം? റോ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ. മനസ്സിലായല്ലോ? റോ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ എൽ. ആർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റേഡിയസ്. ഈ വയറുണ്ടല്ലോ, ഈ വയറിൻ്റെ റേഡിയസ് ആണ് ആറ്. എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി വയർ.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷുവറായിട്ട് എഴുതിയിരിക്കണം. ആദ്യമേ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, ബാക്കി കാര്യങ്ങൾ എടുത്തെഴുതണം. ഇക്വേഷൻസ് എല്ലാം ബോക്സിൽ ഇട്ടിരിക്കണം. അതുപോലെ തന്നെ ഓരോരോ ടേമും, ഇക്വേഷൻസിലെ ഓരോരോ ടേമും എന്തൊക്കെയാണെന്നും എഴുതിയിരിക്കണം. ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങൾ? തിയറി. ഇനി നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകാം. അപ്പം ഈ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കുക, പിന്നെ കണക്ഷൻസ് ഒക്കെ കൊടുക്കോട്ടെ. ഇതേ രീതിയിൽ തന്നെ കണക്ഷൻസ് ഒക്കെ കൊടുക്കുക. നമുക്ക് ടാബുലാർ കോളം നോക്കാം. എങ്ങനെയാണ് നമുക്ക് റീഡിങ്സ് ഒക്കെ എഴുതുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് വേണമല്ലേ? റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താണ് കണ്ടത്? ഇതല്ലേ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം ഇല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ടാബുലാർ കോളം ഒക്കെ വരയ്ക്കണം കേട്ടോ. ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ ആണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അമീറ്ററും വോൾട്ട്മീറ്ററും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ഉള്ളത് അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഏതാണ് ആദ്യത്തെ റീഡിങ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ എത്രയാണെന്നുള്ളത് ഓരോരോ വോൾട്ട്മീറ്ററിനും വ്യത്യാസപ്പെട്ടിരിക്കും, അമീറ്ററിനും വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ അമീറ്റർ. അത് ഓരോരോ ഇതിനും വ്യത്യാസപ്പെട്ടിരിക്കും. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതിക്കോളൂ കേട്ടോ. പിന്നെ എന്താണ്? ലെങ്ത് ഓഫ് ദി റെസിസ്റ്റൻസ് വയർ. ആ റെസിസ്റ്റൻസ് വയർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ റെസിസ്റ്റൻസ് വയർ അല്ലേ, ഇതിൻ്റെ ലെങ്ത് നമ്മളൊരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യണം. ഇത് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് എടുത്താലും മതി കേട്ടോ. അതിന് മുന്നേ എടുക്കാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എപ്പോഴേലും എടുക്കുക. ലെങ്ത് നമ്മൾ സാധാരണ സ്കെയിലില്ലേ, ആ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ഞാനിപ്പോൾ അത് മെഷർ ചെയ്തപ്പോൾ ഏകദേശം ഒരു 45 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിച്ചു. 45 സെൻറ്റിമീറ്റർ കിട്ടി. നമ്മൾ മീറ്ററിലാണ് റീഡിങ് എഴുതേണ്ടത്. അപ്പോൾ 45 × 10⁻² മീറ്റർ എന്ന് എഴുതണം കേട്ടോ. നിങ്ങൾ എടുത്ത് വെച്ചോളൂ കേട്ടോ. ആദ്യമേ തന്നെ എടുത്ത് റീഡിങ് നോക്കി മനസ്സിലാക്കി എഴുതി വെക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം കണക്ഷൻ എല്ലാം കൊടുത്തല്ലോ. കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റിയോസ്റ്റാറ്റ് ഉണ്ടല്ലോ, ഈ റിയോസ്റ്റാറ്റിൻ്റെ മേളിലൊരു പോർഷൻ ഉണ്ടല്ലേ, ആ പോർഷൻ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് ഈ അമീറ്ററിൽ ഒരു പർട്ടിക്കുലർ റീഡിങ് വെക്കുക. മനസ്സിലായല്ലോ? റിയോസ്റ്റാറ്റ് മൂവ് ചെയ്തിട്ട് അമീറ്ററിൽ ഒരു പർട്ടിക്കുലർ റീഡിങ് വെച്ചിട്ട് അപ്പോൾ ആ പർട്ടിക്കുലർ റീഡിങ്ങിലുള്ള കറസ്പോണ്ടിങ് വോൾട്ട്മീറ്റർ എത്രയാണെന്ന് നോക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമീറ്ററിൽ ഒരു 0.1 ആംപിയർ വെച്ചു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ട്മീറ്ററിലേക്ക് എത്രയാണ് റീഡിങ് വരുന്നതെന്നൊന്ന് നോക്കുക. അങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമീറ്ററിൽ നമ്മളൊരു 0.1 ആംപിയർ ആക്കി. 0.1 ആംപിയർ ആക്കി എന്ന് വിചാരിച്ചു. 0.1 ആംപിയർ ആക്കി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വോൾട്ട്മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് സപ്പോസ് ഒരു 0.2 ആണെന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. അതായത് അമീറ്ററിലെ റീഡിങ് 0.1 ആയിരുന്നു. ഇനി നമ്മളത് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 0.2 ആംപിയർ ആക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ട്മീറ്റർ റീഡിങ് സപ്പോസ് ഒരു 0.4 ആണെന്ന് വിചാരിച്ചു. 0.4. ഇനി നമ്മൾ അമീറ്റർ റീഡിങ് ചേഞ്ച് ചെയ്യുക. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമീറ്ററിൽ ഒരു 0.3 ആംപിയർ ആക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു 0.6 വന്നെന്ന് വിചാരിച്ചു. ഇനി ഒന്നുകൂടെ നമ്മൾ ചെയ്യുവാണ്. 0.4 റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0.4 ആംപിയർ ആക്കി. അതിന് കറസ്പോണ്ടിങ് ഒരു 0.8 വോൾട്ടും വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു 4 സെറ്റ് റീഡിങ് എടുത്തു. നിങ്ങൾ വന്നിരിക്കുന്ന എക്സാമിനർ പറയുന്ന പോലെ എത്രയാണ് എടുക്കേണ്ടതെന്ന് അവർ പറയും. അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, V/I ആണ്. V എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്ര കിട്ടി? 0.2 ആണ്. I എന്ന് വെച്ചാൽ 0.1 ആണ്. അപ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 0.1 എത്ര വരും? മനസ്സിലായല്ലോ? 0.2 കേട്ടോ. 0.2 ഡിവൈഡഡ് ബൈ 0.1 എത്ര വരും? 2 എന്ന് വരും. 2 ആവുന്നു വന്നു. ഇവിടെ ഇതുപോലെ തന്നെ 0.4 ഡിവൈഡഡ് ബൈ 0.2 അതും എത്ര വന്നു? 2 എന്ന് വരും. 0.6 ഡിവൈഡഡ് ബൈ 0.3 എന്ന് വരുമ്പോഴും അതും 2 വന്നു. 0.8 ഡിവൈഡഡ് ബൈ 0.4 എന്ന് പറയുന്നത് 2 വന്നു. മനസ്സിലായല്ലോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ റീഡിംഗ് എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ. അധികം വേരിയേഷൻ ഒന്നും ഇല്ലാതെ വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ നോക്കിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ റെസിസ്റ്റൻസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മീൻ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് 4 എണ്ണം കൂടെ ആഡ് ചെയ്യുക. 2 + 2 + 2 + 2 8 വരും. ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലേ. അപ്പോൾ 8/4 എന്ന് പറയുമ്പം 2 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പം മീൻ റെസിസ്റ്റൻസ് എത്ര വന്നു? 2 ഓം എന്ന് വന്നു. അപ്പോൾ ആ വയറുണ്ടല്ലോ, ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ ഇവിടെ ഉപയോഗിച്ച് ഈ വയറുണ്ടല്ലോ, ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്ര വന്നു? 2 ഓം എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? റെസിസ്റ്റിവിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ്
അതിനെന്ത് വേണം? ആ വയറിൻ്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് സ്ക്രൂ ഗേജ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് ഞാൻ മെഷർ ചെയ്തപ്പോൾ, റേഡിയസ് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞിരുന്നത് 0.17 കേട്ടോ. 0.17 × 10⁻³ മീറ്റർ ആണെന്ന് വിചാരിച്ചു കിട്ടിയത്. സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാമല്ലോ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്കൊക്കെ കൊടുത്തേക്കാം കേട്ടോ, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം റേഡിയസ് ഓഫ് ദ വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.17 × 10⁻³ മീറ്റർ എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം വാല്യൂം കൂടെ റെസിസ്റ്റിവിറ്റിയുടെ ഈ ഇക്വേഷൻ ഉണ്ട്, ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവിടെ എഴുതുവാണ് കേട്ടോ. റോ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? π × r² ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ L എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്. റേഡിയസ് നമുക്കിവിടെ കിട്ടി 0.17 × 10⁻³ അതിൻ്റെ സ്ക്വയർ കാണണ്ടേ? സ്ക്വയർ കാണണം. ദെൻ റെസിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടിയായിരുന്നു 2 Ω എന്ന് കിട്ടി. മനസ്സിലായി? ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദി വയർ. ഞാൻ ആദ്യമേ മെഷർ ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മെഷർ ചെയ്ത് വെച്ചേണം. മീറ്റർ സ്കെയിലിൽ വെച്ച് നോക്കി വെച്ചാൽ മതി. ഇത്രയാണ് എനിക്ക് കിട്ടിയത്. 45 എന്ന് വന്നു കേട്ടോ. അപ്പോൾ 45 സെൻറ്റിമീറ്റർ അല്ല, അപ്പം സെൻറ്റിമീറ്ററിൽ മീറ്ററിലേക്ക് ആക്കുമ്പം 10⁻² എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം ഇല്ലേ? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 0.004033 എന്നാണ്. ഇൻറ്റു 10⁻, ഇവിടെ എത്ര വരും? 10⁻⁻6 വരും പവർ. ഇത് അടിയിലൊരു 10⁻²2 ഉണ്ടല്ലോ, അതാ മേളിലോട്ട് പോകും, അപ്പം 10⁻² വരും. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 0.004033 ഇൻറ്റു ഇവിടെ 10⁻² എത്ര വരും? -4 എന്ന് വരും. അപ്പോൾ 10⁻⁻4 എന്ന് വന്നു. ഒന്നുകിൽ നിങ്ങൾ ഇത്ര എഴുതുക, യൂണിറ്റ് ഓം മീറ്റർ എന്നാണ് കേട്ടോ, ഇത്രയും എഴുതുക. അല്ലെങ്കിൽ നമുക്ക് സ്ഥാനം മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 3 സ്ഥാനം ഞാനിവിടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 4.033 എന്ന് വരും കേട്ടോ. 4.033 ഇൻറ്റു 10⁻, ഒരു 3 സ്ഥാനം മാറ്റും, അപ്പം 10⁻⁻7 എന്ന് വരും. ഓം മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര കിട്ടി? റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കിട്ടി 4.033 ഇൻറ്റു 10⁻⁻7 ഓം മീറ്റർ. യൂണിറ്റ് കേട്ടോ, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മളോട് ഇവിടെ ചോദിച്ച എക്സ്പെരിമെൻ്റ്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ ചോദിച്ചത്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പം അതിനനുസരിച്ച് നമ്മൾ റിസൾട്ട് എഴുതണം. അപ്പോൾ റിസൾട്ട് എന്താണ്? വോൾട്ടേജ് ഈസ് ഫൗണ്ട് പ്രപ്പോർഷണൽ ടു ദ കറണ്ട്, ഹെൻസ് ഓംസ് ലോ വെരിഫൈ ചെയ്തു. ദെൻ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ നമുക്കിവിടെ കിട്ടിയല്ലോ, 2 Ω എന്ന് കിട്ടി അല്ലേ? റെസിസ്റ്റിവിറ്റി എത്ര കിട്ടി? 4.033 ഇൻറ്റു 10⁻⁻7 ഓം മീറ്റർ എന്ന് കിട്ടി, റെസിസ്റ്റിവിറ്റി ആയതുകൊണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഈ ബിയും ഐയും കണ്ടുപിടിച്ച് അതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് എടുത്തിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം എങ്ങനെയാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രിൻസിപ്പിൾ എഴുതണം കേട്ടോ. അപ്പോൾ ഗ്രാഫിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായി ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഗ്രാഫുമായിട്ട് എന്തായാലും ഇത്രയും കാര്യങ്ങൾ എഴുതണം. അതിനുശേഷം ഗ്രാഫും കൂടെ വരച്ചിരിക്കണം. ഗ്രാഫിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കണം. ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്നും ചോദിക്കും കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം, എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതും മനസ്സിലാക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആയാലോ? ഓംസ് ലോ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റിവിറ്റി, ഒരു വയറിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ശരിക്കും 2 എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. അതായത് സ്ക്രൂ ഗേജിൻ്റെ കാര്യവും ചെയ്യാനുണ്ട്, റെസിസ്റ്റിവിറ്റിയും കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. അപ്പം സ്ക്രൂ ഗേജും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റിനും ഉപകാരമാണ് അല്ലേ? അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക കേട്ടോ. ഇവിടെ ഈ ഓംസ് ലോഡൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കണക്ഷൻ ക്ലിയർ ആവുമല്ലോ, ഇടയിൽ ലൂസായിട്ട് കിടക്കാം, ടൈറ്റ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ കണക്ഷനൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫുള്ള് പോകും. അപ്പം സർക്യൂട്ട് ഡയഗ്രാം ക്ലിയർ ആക്കി പഠിക്കുക, അതനുസരിച്ച് ക്ലിയർ ആക്കി കണക്ഷൻസ് കൊടുക്കുക. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ റെസിസ്റ്റൻസ് ഒക്കെ കാണുമ്പം ഓൾമോസ്റ്റ് ഒരുപോലെയുള്ള വാല്യൂ ഉള്ളൂ വരത്തുള്ളൂ. അതൊക്കെ എനിക്കിത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതനുസരിച്ചിട്ട് ക്ലിയർ ആക്കി ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. വാല്യൂ ഒക്കെ എങ്ങനെയാണ് ഏകദേശം വരുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. റിസൾട്ടും ഒക്കെ എടുത്തെഴുതുക കേട്ടോ.
അപ്പോൾ ഓംസ് ലോയുടെ റെസിസ്റ്റിവിറ്റി കാണാനുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. പ്രത്യേകം ഞാൻ പറയുകയാണ്, തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ എന്താണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. 1-2 പ്രാവശ്യം വരച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ. വരച്ച് തന്നെ പഠിക്കുക. എവിടേക്കാണ് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുക. മിക്കപ്പോഴും കുട്ടികൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറിപ്പോവും. ഈ സെല്ലിൻ്റെ ഇവിടുന്ന് നെഗറ്റീവിലേക്കൊക്കെ ആയിരിക്കും കണക്ഷൻ കൊടുക്കുന്നത്. അങ്ങനെയൊന്നും കൊടുക്കല്ലോ കേട്ടോ. പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് വേണം കണക്ഷൻ കൊടുക്കാൻ കേട്ടോ. പിന്നെ റിയോസ്റ്റാറ്റിൻ്റെ ഹെഡിലേക്ക് വേണം. ആ മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് വരേണ്ട എങ്ങോട്ടാണ്? റിയോസ്റ്റാറ്റിൻ്റെ ആ ഹെഡ് മുകളിലുള്ള ഭാഗത്തേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ റെസിസ്റ്റൻസ് വയർ എപ്പോഴും കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? വോൾട്ട് മീറ്ററിന് എക്രോസ് ആയിട്ടാണ് റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പറയുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക, എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. താങ്ക്